നടി ഹണി റോസിന്റെ പരാതിയിലെടുത്ത കേസിൽ രാഹുൽ ഈശ്വറിനെതിരെ നടപടിക്കൊരുങ്ങി പോലീസ് അറസ്റ്റിനൊരുങ്ങുകയാണ്. കേസ് അന്വേഷണത്തിനായി 6 പേരടങ്ങുന്ന പ്രത്യേക സംഘം രൂപീകരിച്ചു. ഹണി റോസിന്റെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തും. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയുണ്ട്. സഹിൻ, ഗുഡ് മോർണിംഗ്. ആദ്യം എറണാകുളം സെൻട്രൽ പോലീസിൽ തനിക്കെതിരെ സമൂഹ മാധ്യമങ്ങൾ വഴി അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തുന്നു എന്ന് ആരോപിച്ച ഹണി റോസ് ഒരു പരാതിപ്പെടുന്നു. ആ പരാതിയിൽ കേസെടുക്കുന്നില്ല. പിന്നീട് ചാനൽ ചർച്ചകളിൽ വന്ന തന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് രാഹുൽ ഈശ്വർ മോശമായി സംസാരിച്ചു എന്ന് കാട്ടി വീണ്ടും ഒരു പരാതി ഹണി റോസ് നൽകുന്നു. അതിലാണിപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് പോലീസിന്റെ തുടർ നീക്കം ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട്? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടാമത്തെ പരാതി, അതായത് മുൻപ് നൽകിയിരുന്ന പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നില്ല. ഇപ്പോൾ ഇന്നലെയായിരുന്നു ഹണി റോസ് മറ്റൊരു പരാതി നൽകിയത്. അതിൽ കൂടുതൽ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടായിരുന്നു രാഹുൽ ഈശ്വറിനെതിരെ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടായിരുന്നു ഹണി റോസിൻ്റെ പരാതി എന്ന് പറയുന്നത്. മാത്രമല്ല അതിന് തക്കതായ തെളിവുകൾ ഹണി റോസ് പോലീസിന് കൈമാറിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് കേസെടുക്കാൻ തയ്യാറായത്. 2 വകുപ്പുകൾ, സ്ത്രീത്വത്തെ അപമാനിച്ചതിനും IT ആക്ടും, ഈ 2 വകുപ്പുകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വർ പോലീസിനെ കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ ഇന്ന് കോടതിയെ സമീപിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, ഹണി റോസിൻ്റെ രഹസ്യമൊഴി എടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഹണി റോസിൻ്റെ രഹസ്യമൊഴിയും പോലീസ് രേഖപ്പെടുത്തും. കൂടാതെ ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി 6 പേരടങ്ങുന്ന സംഘത്തെ, പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എറണാകുളം സെൻട്രൽ SIയുടെ നേതൃത്വത്തിലുള്ള 6 പേരടങ്ങുന്ന സംഘമാണ് ഈ കേസ് അന്വേഷിക്കുക. രാഹുൽ ഈശ്വർ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, മാത്രമല്ല ഹണി റോസിൻ്റെ മറ്റൊരു പരാതി എന്ന് പറയുന്നത് ഹണി റോസിനെതിരെ നവമാധ്യമങ്ങളിൽ നടക്കുന്ന എല്ലാ വിധത്തിലുള്ള ആക്ഷേപങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് രാഹുൽ ഈശ്വറാണ്, അതിന് നേതൃത്വം കൊടുക്കുന്നത് രാഹുൽ ഈശ്വറാണ് എന്നുള്ളൊരു പരാതി കൂടി ഹണി റോസിനുണ്ടായിരുന്നു. ആ പരാതിയെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഹണി റോസ് മുൻപ് രാഹുൽ ഈശ്വറിനെതിരെ പരാതി നൽകിയിരുന്നപ്പോൾ രാഹുൽ ഈശ്വർ അന്ന് കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ കോടതിയിൽ അന്ന് പോലീസ് നൽകിയ മറുപടി രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം, ആദ്യ പരാതിയിലെ മുൻകൂർ ജാമ്യം കോടതി തീർപ്പാക്കിയതിനു ശേഷമാണ് പോലീസ് രണ്ടാമതൊരു പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല പുരുഷ കമ്മീഷൻ രൂപീകരിക്കണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വറിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുകയും എല്ലാം ഉണ്ടായി. അതിലൊക്കെ ഹണി റോസിനെതിരെ പരാമർശം നടന്നു എന്നുള്ളതാണ് ഹണിയുടെ പരാതി. എന്തായാലും ആ പരാതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ കേസ് എടുക്കുന്നതിൽ പോലീസിന് വലിയ ബുദ്ധിമുട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല രാഹുൽ ഈശ്വറിനെതിരെ സലാം ഇന്ത്യ എന്ന് പറയുന്ന മറ്റൊരാൾ കൂടി പരാതി നൽകിയിരുന്നു. ആ പരാതിയെല്ലാം പോലീസ് പരിശോധിച്ചു. അയാളെ സാക്ഷിസ്ഥാനത്തേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഈശ്വറിനെ പിടികൂടാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രാഹുൽ ഈശ്വർ ഇതിനിടയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കും. സേതു. ഓക്കെ സഹിൻ. നടി ഹണി റോസിന്റെ പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ നടപടിക്കൊരുങ്ങുകയാണ് പോലീസ്.